പ്രധാനമന്ത്രിയുടെ വരവിന് മുൻപേ പ്രതിരോധം തീർത്ത ഡിവൈഎഫ്ഐ ഇന്ന് 4:30 കലൂരിൽ യുവജന കൂട്ടായ്മ സംഘടിപ്പിക്കും. പ്രധാനമന്ത്രിയോട് 100 ചോദ്യങ്ങൾ ഉയർത്തിയുള്ള പ്രതിഷേധത്തിൽ 25,000 പരം പ്രവർത്തകരെ അണിനിരത്താനാണ് നീക്കം. പ്രധാനമന്ത്രിയുടെ വരവിൽ വിറളി പൂണ്ടവർ പലതും കാണിക്കുമെന്നാണ് യുവജന മോർച്ചയുടെ മറുവാദം. എന്താണ് ഈ CPM-ന്റെ നേതാക്കന്മാരും ഡിവൈഎഫ്ഐക്കാരും ഒക്കെ പറയാൻ പോകുന്നത്? നിങ്ങൾ ചിന്താ ജെറോമിനെ പോലെ ആകൂ എന്ന് പറയൂ. അതായത് ഒരു MA-യും MPhil-ഉം കഴിഞ്ഞ് PhD-യും കഴിഞ്ഞ് ഇംഗ്ലീഷിൽ 2 വരി തെറ്റുകൂടാതെ എഴുതാൻ പറ്റാത്ത രാഷ്ട്രീയമില്ലെന്ന് BJP പറഞ്ഞ യുവം 2023 ഇതിനകം വേണ്ടുവോളം രാഷ്ട്രീയം നിറഞ്ഞു കഴിഞ്ഞു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെയും യുവം 2023 ചൊല്ലിയും രാഷ്ട്രീയം മാത്രമാണ് ചർച്ച. പ്രധാനമന്ത്രിയോട് 100 ചോദ്യങ്ങളുമായി DYFI പ്രതിഷേധത്തിന് ഇന്ന് തുടക്കമിടും. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇന്നും നാളെയുമാണ് പ്രതിഷേധ സംഗമം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പൊതുമധ്യത്തിലോട്ട് ഇറങ്ങുന്ന രീതിയിൽ കുറച്ച് പരിപാടികൾ സംഘടിപ്പിക്കുന്നു. മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യാവലിക്ക് മുൻകൂട്ടി തയ്യാറാക്കിയ ആൻസറുകൾ കൊടുത്തുകൊണ്ട് അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഇതാണ് ഈ നാട് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചി മുഖ്യമന്ത്രിയോട് അരച്ചോദ്യം ഉന്നയിക്കാൻ ധൈര്യമില്ലാത്തവരാണ് പ്രതിഷേധ പ്രഹസനത്തിനിറങ്ങുന്നതെന്നാണ് യുവമോർച്ചയുടെ ആരോപണം. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള രാകേഷിന്റെ ഭാര്യയായിട്ടുള്ള പ്രിയ വർഗീസ് ജോലി മേടിക്കുന്നത് പോലെ അല്ലെങ്കിൽ അനധികൃതമായി നിയമനം തേടുന്ന പോലെ നേടാൻ കഴിയുന്ന ഒരു കേരളത്തിൽ ജീവിക്കണം എന്നാണോ നിങ്ങൾ അവരോട് പറയാൻ പോകുന്നത്? പക്ഷെ ഇത്തരത്തിലുള്ള പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും കുറിച്ച് പറയാനും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള മിടുക്കനായിട്ടുള്ള നേതാവുമാണ് നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുന്നതിന്റെ കാര്യം യുവം എന്ന് പറയുന്ന ഒരു കോൺക്ലേവിൽ അറ്റൻഡ് ചെയ്യാനാണ്. അത് യുവജനങ്ങളുമായിട്ട് സംവദിക്കാനാണ്. ഈ യുവജനങ്ങളുമായിട്ട് സംവദിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി എത്തുമ്പോൾ സാധാരണ ഇല്ലാത്തതുപോലെയുള്ള ഒരു റെസ്പോൺസ് ആണ് കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. കാരണം കോൺഗ്രസ് അതിന്റെ ഉന്നതാധികാര സമിതി കൂടിയിട്ട് ഒരു യുവജനങ്ങളുടെ സംഗമം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ 100,000-ഓളം പേരെ പങ്കെടുപ്പിക്കും. എറണാകുളത്ത് വെച്ച് തന്നെ നടത്താനാണ് അത് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത് 5 ലക്ഷം പേരുടെ പ്രോഗ്രാം നടത്താനാണ്. യങ് ഇന്ത്യ ആസ്ക്സ് PM എന്നാണ് ആ പ്രോഗ്രാമിന്റെ പേര്. ഈ പരിപാടികളിലൂടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമുക്കറിയാം വളരെ കൃത്യമായി യുവജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. അദ്ദേഹം കേരളത്തിലേക്ക് വന്നിട്ട് യുവാക്കളോട് പറയാനുള്ളത് അവർക്കുള്ള സ്വപ്നങ്ങളെ കുറിച്ചും അവരുടെ പ്രതീക്ഷകളെ കുറിച്ചും സംസാരിക്കാനാണെന്ന് നമുക്കറിയാം. അതിന് ഏകദേശം അർഹതയുള്ള ഒരാൾ തന്നെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ ഇന്ത്യയിൽ കഴിഞ്ഞ ഇലക്ഷൻ ഉണ്ടായതിനേക്കാൾ പുതിയ 10 കോടി വോട്ടർമാരുണ്ടായിട്ടുണ്ട്. ആ 10 കോടിയോളം വോട്ടർമാരിൽ മഹാഭൂരിപക്ഷം പേരുടെയും വോട്ട് കിട്ടിയിട്ടുള്ളത് BJPക്ക് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ആ ഘട്ടത്തിലാണ് കേരളത്തിലേക്ക് നരേന്ദ്രമോദി വന്ന് ഇത്തരത്തിലുള്ളൊരു യുവം എന്ന് പറയുന്ന ഒരു യുവജനങ്ങളോട് സംവദിക്കുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടി എത്തുന്നത്. ഇത് തീർച്ചയായിട്ടും നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന തോന്നലിൽ നിന്നാണ് CPM-ന്റെ നേതൃത്വത്തിൽ, CPM എന്ന് ഔദ്യോഗികമായി പറഞ്ഞില്ലെങ്കിലും DYFI-യും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ മുന്നിട്ടിറങ്ങി ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ നടത്തുന്നത്. ഇതിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, യങ് ഇന്ത്യ ആസ്ക്സ് PM എന്നാണ് DYFI-യുടെ നേതാക്കളുടെ പരിപാടിയെങ്കിൽ എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും യുവജനങ്ങളോട് എന്താണ് പറയാൻ പോകുന്നതെന്നാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയാൻ പോകുന്നത് ഇന്ത്യയിൽ തന്നെ ജീവിക്കണം, ഇന്ത്യയിൽ വളരെ സുന്ദരമായിട്ടുള്ള രാജ്യമാക്കി നമുക്ക് മാറ്റാം, ഒരുപാട് പദ്ധതികൾ അതിനുവേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ സ്വച്ഛ് ഭാരതിന്റെ കീഴിൽ ഏതാണ്ട് 11 കോടിയോളം ടോയ്ലറ്റുകൾ പുതിയതായിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഗ്യാസ് കണക്ഷനുകൾ നേരത്തെ ഒരു അർബൻ മിഡിൽ ക്ലാസ്സിന് മാത്രം ലഭ്യമായിക്കൊണ്ടിരുന്ന ഗ്യാസ് കണക്ഷൻ സാധാരണക്കാരായ ആളുകളിലേക്ക് കൂടി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് കെയറിന്റെ കാര്യത്തിൽ ഒരുപാട് ഇന്ത്യ കുറെ കൂടി ഇനിയും പുരോഗമിക്കാനുണ്ടെങ്കിലും പഴയതിനേക്കാൾ കുറെ കൂടി പുരോഗമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ സംഭവിക്കുമ്പോഴും നമുക്കറിയാം ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം തന്നെ ഹൈവേ പണിയുന്നത് കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടായതിനേക്കാൾ 10 ഇരട്ടി ദൂരം ഹൈവേകൾ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ ബുള്ളറ്റ് ട്രെയിനുകൾ ഒരു കാലത്ത് നമ്മൾ ഇന്ത്യയിലൊക്കെ കാണുമെന്ന് വിചാരിക്കാതിരുന്ന അല്ലെങ്കിൽ വിദേശത്ത് മാത്രം പരിചയിച്ചിട്ടുള്ള ബുള്ളറ്റ് ട്രെയിനുകൾ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പുതിയ കാര്യങ്ങളെക്കുറിച്ചും ഇന്ത്യയിൽ സംഭവിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളെക്കുറിച്ചും അതിന്റെ ഭാഗമാകാൻ ഇന്ത്യയിൽ തന്നെ ജീവിക്കാൻ വേണ്ടി വരാൻ കഴിയുന്ന സുന്ദരമായ ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് യുവജനങ്ങളോട് പറയാൻ കഴിയുന്ന അവസ്ഥയിലാണ് നരേന്ദ്രമോദി.
നരേന്ദ്രമോദിയോട് എതിരഭിപ്രായമുള്ള ഒരുപാട് മേഖലകൾ പലർക്കും ഉണ്ടാവാം, എനിക്കുമുണ്ട്. പക്ഷെ എങ്കിൽ പോലും വികസനത്തിന്റെ കാര്യത്തിൽ നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ, റോഡ്സിന്റെ കാര്യത്തിലൊക്കെ വന്നിട്ടുള്ള വികസനത്തെ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഞാൻ നാരദ ന്യൂസിൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല. വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഇൻഡോർ അടക്കമുള്ള ഒരുപാട് നഗരങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമുക്കറിയാം. പക്ഷെ ഇത്തരത്തിലുള്ള പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും കുറിച്ച് പറയാനും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള മിടുക്കനായിട്ടുള്ള നേതാവുമാണ് നരേന്ദ്രമോദി. പക്ഷേ നമുക്കറിയാം കോൺഗ്രസിന്റെ കാര്യത്തിൽ അത്തരത്തിൽ ഒരു മിടുക്കനായ നേതാവ് എന്ന് പറയുന്നത് ശശി തരൂരായിരുന്നു. പക്ഷെ ശശി തരൂര് തീർച്ചയായിട്ടും യുവജനങ്ങളോട് വളരെ എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു, അവരുടെ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും ഉത്തേജിപ്പിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്തേക്കാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഇവരോട് എന്താണ് പറയാൻ പോകുന്നതെന്ന് യാതൊരു ഐഡിയയുമില്ല. വെറുതെ ഒരു സംഗമം നടത്തുന്നു. ആ സംഗമം നടത്തിയതുകൊണ്ട് ആകെ ഉണ്ടാകുന്ന ഒരു പ്രയോജനം, കോൺഗ്രസ് 1 ലക്ഷം പേരെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിഥി തൊഴിലാളികൾ എന്നൊക്കെ വിളിക്കുന്ന കുറെ പേർക്ക് ജോലി കിട്ടും, ആ ദിവസം ബിരിയാണിയും ഒക്കെ കിട്ടും. കൂടാതെ കുറച്ച് ഖദറിന്റെ തുണിയൊക്കെ ചെലവാകും, കാരണം അവർക്ക് എല്ലാവർക്കും ഖദറിന്റെ ഡ്രസ്സൊക്കെ തയ്പ്പിച്ചു കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് നടത്തുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. പിന്നെ രണ്ടാമതൊരു പ്രോഗ്രാം നടത്താൻ പോകുന്നത് ഡിവൈഎഫ്ഐ ആണ്. ഡിവൈഎഫ്ഐയെ കുറിച്ച് എനിക്ക് ആ അഭിപ്രായമില്ല. ഡിവൈഎഫ്ഐക്ക് തീർച്ചയായിട്ടും ഇപ്പോഴും ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ പിന്തുണയുണ്ട്. അവർക്ക് ആളുകളെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഓരോ ജില്ലാ കേന്ദ്രങ്ങളിൽ വെച്ചും ഈ പ്രോഗ്രാം ഭംഗിയായിട്ട് അവർക്ക് നടത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പക്ഷെ എങ്കിൽ പോലും എന്റെ സംശയം ഈ പ്രോഗ്രാമുകളിൽ ഇവർ യുവജനങ്ങളോട് എന്താണ് പറയാൻ പോകുന്നതെന്നാണ്. കാരണം കേരളത്തിൽ നിന്ന് നമുക്കറിയാം മഹാഭൂരിപക്ഷം വരുന്ന യുവജനങ്ങളും ഒന്നുകിൽ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവിടെ എവിടെയെങ്കിലും ചെന്ന് ഒരു പെർമനന്റ് റെസിഡൻസി വിസ കിട്ടിയാൽ അവിടെ തന്നെ താമസിക്കണം, ഒരിക്കലും തിരിച്ചു വരരുത് എന്ന് വിചാരിക്കുന്നവരുടെ നമ്പർ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ എന്താണ് ഈ CPM-ന്റെ നേതാക്കന്മാരും ഡിവൈഎഫ്ഐക്കാരും ഒക്കെ പറയാൻ പോകുന്നത്? നിങ്ങൾ ചിന്താ ജെറോമിനെ പോലെ ആകൂ എന്ന് പറയൂ. അതായത് ഒരു MA-യും MPhil-ഉം കഴിഞ്ഞ് PhD-യും കഴിഞ്ഞ് ഇംഗ്ലീഷിൽ 2 വരി തെറ്റുകൂടാതെ എഴുതാൻ പറ്റാത്ത, അതും നിങ്ങൾ ആലോചിക്കണം, അവര് MA എടുത്തിട്ടുള്ളത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വരി കൃത്യമായി ഇംഗ്ലീഷിൽ എഴുതാൻ കഴിയാത്ത, മറ്റൊരാളുടെ കോപ്പി അടിച്ച് മാത്രം നമ്മളെ കീരവാണിയെ അഭിനന്ദിക്കാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ചിന്താ ജെറോമിനെ കണ്ട് പഠിക്കാൻ പറയണോ? അതോ യുവജന കമ്മീഷൻ അധ്യക്ഷയായി ഇരിക്കാൻ എന്താണ് യോഗ്യത എന്ന് ചോദിച്ചാൽ ചിന്താ ജെറോമിനെ പോലെ ആകണം എന്ന് പറയണോ? അതോ നിങ്ങൾ അറിയേണ്ടത് ഒരു നേതാവിന്റെ ഭാര്യയായതുകൊണ്ട്, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള രാകേഷിന്റെ ഭാര്യയായിട്ടുള്ള പ്രിയ വർഗീസ് ജോലി മേടിക്കുന്നത് പോലെ അല്ലെങ്കിൽ അനധികൃതമായി നിയമനം തേടുന്ന പോലെ നേടാൻ കഴിയുന്ന ഒരു കേരളത്തിൽ ജീവിക്കണം എന്നാണോ നിങ്ങൾ അവരോട് പറയാൻ പോകുന്നത്? ഇതെല്ലാം കൂടാതെ ഇവിടെ 1 ലക്ഷത്തോളം പുതിയ സംരംഭങ്ങൾ വന്നു എന്നാണ് നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രിയൊക്കെ ഇതുള്ളത് അവകാശപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഈ അവകാശപ്പെട്ടിട്ട് പല മീഡിയ പ്രവർത്തകരും ഈ 1 ലക്ഷം സംരംഭങ്ങളുടെ ലിസ്റ്റ് ഒന്ന് തരൂ എന്ന് പറഞ്ഞിട്ട് ഇതേവരെ കിട്ടിയിട്ടില്ല. പകരം പറയുന്നത് അത് ഓരോ ജില്ലാ ആസ്ഥാനങ്ങളിലുമുണ്ട്, അവിടെ നിന്ന് നിങ്ങൾ സെപ്പറേറ്റ് ആയി, അതായത് നമുക്കൊരു ലിസ്റ്റ് വേണമെങ്കിൽ ഓരോ 14 ജില്ലകളിലും പോയി കളക്ടറേറ്റിൽ നിന്ന് ലിസ്റ്റ് എടുക്കണമെന്നാണ്. ഇനി മനോരമ ന്യൂസ് ലിസ്റ്റ് എടുത്തപ്പോൾ അമ്പരപ്പിക്കുന്ന ചില കാഴ്ചകളൊക്കെ കണ്ടു. കാരണം ലിസ്റ്റ് എടുത്തപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്ന ഒരു ഹോമിയോ ഡോക്ടർ അയാളുടെ ഫാദറായി തുടങ്ങിയിട്ടുള്ള ഒരു ക്ലിനിക്ക് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നതടക്കം പുതിയ സംരംഭങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയേക്കുകയാണ്. ഒരു തരത്തിലുള്ള സ്വപ്നങ്ങളുമില്ലാത്ത, ഒരു തരത്തിലും ഇവിടെ ഒരു പ്രതീക്ഷയുമില്ലാത്ത, PSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർ ജോലിക്ക് വേണ്ടി മുട്ടിലിഴയുന്ന ഒരു കേരളത്തിലെ യുവജനങ്ങളോട് നിങ്ങൾ എന്ത് പറയും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി നമ്മുടെ ആരോഗ്യരംഗത്ത് നമ്മൾ മികച്ച നേട്ടങ്ങൾ നേടി എന്ന് പറയുമ്പോൾ കോവിഡിന്റെ കാര്യത്തിൽ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ, മഹാരാഷ്ട്ര എത്രത്തോളം വലിയ സ്റ്റേറ്റ് ആണെന്ന് നിങ്ങൾ ആലോചിക്കണം. സോ നമ്മളൊരു കമ്പാരിസൺ എടുക്കുമ്പോൾ ഒരിക്കലും മഹാരാഷ്ട്ര എടുക്കുന്ന പോലും ശരിയല്ല. പക്ഷെ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ കോവിഡ് ഏറ്റവും കൂടുതൽ ബാധിച്ച ആളുകളുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടായിട്ടുള്ള സ്റ്റേറ്റുകളിൽ ഒന്നാണ് കേരളം. നമ്മുടെ ഇവിടെ ആകെ 3.5 കോടി ജനമേ ഉള്ളൂ. മഹാരാഷ്ട്രയിൽ എത്ര ജനസംഖ്യ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ അത്രയും ജനസംഖ്യയുള്ള ഒരു നാട്ടിൽ നമ്മളെക്കാൾ കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായി ഈ കോവിഡിനെ നമ്മൾ ഏറ്റവും മോശമായി കൈകാര്യം ചെയ്തത് കേരളമാണെന്ന് പറയേണ്ടി വരും. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുള്ള ഒരു സംസ്ഥാനത്തിൽ നമുക്കറിയാം 18 കോടി രൂപ ഒരു പ്രവാസി മുടക്കിയിട്ട് ആന്തൂറിൽ ആ പ്രവാസിക്ക് ഏറ്റവും ഒടുവിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം. ഇവിടെ
ഹർത്താൽ നടത്തുമ്പോൾ ഏതോ ഒരു ഓട്ടോറിക്ഷക്കാരൻ പാവം തൊഴിലാളി ഓടിയതിന് അയാളുടെ മുഖമടിച്ച് മൂക്ക് പൊട്ടിച്ച് ചോര പരത്തുകയും പിന്നീട് അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ പിച്ചി മാന്തി എന്നുള്ള കംപ്ലൈന്റ് ആണെന്ന് എളമരം കരീം പറയുകയും ആ എളമരം കരീമിനെതിരെ ഒരു പ്രസ്താവന നടത്തിയതിന് ലാസ്റ്റ് മീഡിയക്കാരനെതിരെ കേസെടുക്കുകയും ഏഷ്യാനെറ്റിന്റെ ന്യൂസ് ആങ്കറായിട്ടുള്ള വിനു വി ജോണിനെതിരെ കേസെടുക്കുകയൊക്കെ ചെയ്യുന്ന പ്രബുദ്ധമായ സുന്ദരമായ കേരളത്തിൽ എങ്ങനെ താമസിക്കും, എങ്ങനെ ജീവിക്കും, എന്ത് സ്വപ്നങ്ങളാണ് ഡിവൈഎഫ്ഐക്കാരാ നിങ്ങൾ ഇവരോട് പറയാൻ പോകുന്നത് എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. നിങ്ങൾ ആദ്യം PM-ന്റെ അടുത്ത് നിങ്ങൾ 100 ചോദ്യം ചോദിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം തരൂ. കാരണം കഴിഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. കഴിഞ്ഞ ഏതാനും ഒരു 5-6 കൊല്ലമായിട്ട് ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയില്ലായിരുന്നു. എന്താണെങ്കിലും ഇപ്പൊ ഈ പരിപാടിയിലൂടെയെങ്കിലും ഡിവൈഎഫ്ഐ ഉണർന്നെണീറ്റു. ഇത്രനാൾ അവർ ഉറങ്ങുകയായിരുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പൊ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഡിവൈഎഫ്ഐ ഉണർന്നെണീറ്റു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷം. പക്ഷെ നിങ്ങൾ ആരെ കണ്ട് പഠിക്കാനാണ്? പ്രിയ വർഗീസിനെ കണ്ട് പഠിക്കാനോ, അതോ മറ്റേ നമ്മുടെ അർജുൻ നായങ്കിയെ കണ്ടോ, അതോ മറ്റേ സ്വർണം പൊട്ടിക്കൽ സംഘത്തിലെ പ്രധാനികളായിട്ടുള്ള ആകാശ് തില്ലങ്കേരിയെ കൊണ്ടോ, അല്ലെങ്കിൽ ആരെക്കണ്ട് പഠിക്കാനാണ് ഡിവൈഎഫ്ഐക്കാരാ നിങ്ങൾ ഈ കേരളത്തിൽ യുവജന സംഗമം നടത്തി ആസ്ക് ദ PM, യങ് ഇന്ത്യ ആസ്ക് PM എന്ന് പറഞ്ഞ് പറയാൻ കഴിയുന്നത്? അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആദ്യം ഉത്തരം തരൂ, എന്നിട്ട് നിങ്ങൾ പ്രധാനമന്ത്രിയോട് സംശയം ചോദിക്കൂ. ഞാൻ വളരെ വ്യക്തവും കൃത്യവുമായിട്ട് അങ്ങോട്ട് പറയുന്നു. കാരണം ഞാൻ പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ ഒരു ആരാധകനൊന്നുമല്ല. ഞാൻ ഇതിനു മുമ്പുള്ള ചില വീഡിയോകളിൽ കോവിഡിനെ മാനേജ് ചെയ്തതിൽ ഇന്ത്യ ഗവൺമെന്റ് അടക്കം മിസ്റ്റേക്ക് പറ്റിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഔട്ട്ലുക്കിന്റെ ഒരു മാഗസിൻ മിസ്സിംഗ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ ഒരു മുഖചിത്രത്തോടു കൂടി ഒരു പതിപ്പിറക്കിയപ്പോൾ ഞാൻ അതിനെ അനുകൂലിച്ച ഒരാളാണ്. പക്ഷേ വികസന കാര്യത്തിൽ ഇന്ത്യൻ ജനതയുടെ സ്വപ്നങ്ങൾ പൊലിപ്പിക്കാൻ തീർച്ചയായിട്ടും നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യം നമുക്ക് കാണാതെ വയ്യ. ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇന്ത്യ ബ്രിട്ടനെ മറികടന്ന് ഏറ്റവും 4ാമത്തെ സാമ്പത്തിക ശക്തിയാകുന്നതിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം അവർക്ക് പറയാൻ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. പക്ഷെ ഡിവൈഎഫ്ഐക്കാരാ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?